മഹാദേവിഗാഡ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഫൈനൽ മത്സരത്തിന് ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരുങ്ങുന്നു. ഒന്നാം ട്രാക്കിലൂടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ട്രോപ്പിക്കൽ ടൈറ്റൻ അനൽ ഘോഷി, നേടൻ ഘോഷി, 3 വൈക്കൽ ക്യാപ്റ്റനായ മനോജ്, 10 അംഗങ്ങൾ ലീഡിംഗ് ക്യാപ്റ്റനായ 16 തവണ നെഹ്റു ട്രോഫിയുടെ ചെങ്കോലും കിരീടവും തന്റെ മാറോട് ചേർത്ത കാരിച്ചാൽ ജലചക്രവർത്തി ഒന്നാം ട്രാക്കിലൂടെ തയ്യാറാകുന്നു. രണ്ടാം ട്രാക്കിലൂടെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വിയ്യപുരം പ്രൈഡ് ചേസേഴ്സിന്റെ ബാനറിൽ ശ്രീ ബിനു എച്ചും സജു സെബാസ്റ്റ്യനും CG വിജയനും സംയുക്ത ക്യാപ്റ്റന്മാരായ വിയ്യപുരം, ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനായ വിയ്യപുരം അവരിതാ രണ്ടാം ട്രാക്കിൽ തയ്യാറാകുന്നു. മൂന്നാം ട്രാക്കിലൂടെ ബാക്ക് വാട്ടർ കിങ്സ് നിരണം ബോട്ട് ക്ലബിന്റെ നിരണം പ്രജാപതി തയ്യാറാകുന്നു. 2022 ഓഗസ്റ്റ് 17 കൊല്ലവർഷം 1198 ചിങ്ങപ്പിറവിയിൽ പിറവിയെടുത്ത പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഏക ആദ്യ ചുണ്ടൻ വള്ളം. അവരുടെ സമയം ഈ മത്സരത്തിൽ 4 മിനിറ്റ് 46.06 സെക്കൻഡ് കൊണ്ട് അവർ വന്നെങ്കിൽ ഈ മത്സരത്തിലെ രണ്ടാം സ്ഥാനക്കാരായ വിയ്യപുരം 4 മിനിറ്റ് 48.42 ഏതാണ്ട് 2.42 സെക്കൻഡ് വ്യത്യാസത്തിൽ 1-2 സ്ഥാനങ്ങൾ വേർതിരിക്കപ്പെട്ടപ്പോൾ മൂന്നാം സ്ഥാനം 5 മിനിറ്റ് 17.49 സെക്കൻഡ് കൊണ്ട് പ്രാഥമിക പാദ മത്സരത്തിലെത്തിയ കാരിച്ചാൽ 19.07 സെക്കൻഡ് കൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് നിന്നും മൂന്നാം സ്ഥാനത്തേക്ക് വന്നത് എന്നും കൂടി ഓർമ്മിക്കുകയാണ്. ഈ സമയമൊന്നും ഫൈനൽ മത്സരത്തിന് പ്രസക്തമല്ല. ഫൈനലിൽ അവർ തുഴയുമ്പോൾ 5 അട്ടപങ്കായങ്ങളും കോരിയെറിയുമ്പോൾ മത്സരം ആരംഭിച്ചു. ഇതാ പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇതാ അപ്പൻ തമ്പുരാനും സുഭദ്രയും അടങ്ങുന്ന ടെസ്റ്റ് കണ്ട് മടങ്ങരുത്. കണിമംഗലത്ത് ജഗന്നാഥനെ പോലെ ഉത്സവം നടത്തിയിട്ട് മടങ്ങാവൂ എന്ന് പറഞ്ഞ് ജലചക്രവർത്തി കാരിച്ചാൽ ഇതാ ഒന്നാം ട്രാക്കിലൂടെ വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ വിയ്യപുരം കടന്നു വരികയാണ്. പ്രൈഡ് ചേസേഴ്സ് ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനായ ബിനു എച്ചും സജു സെബാസ്റ്റ്യനും CG വിജയനും ക്യാപ്റ്റന്മാരായ വിയ്യപുരം രണ്ടാം ട്രാക്കിലൂടെ. മൂന്നാം ട്രാക്കിലൂടെ നിരണം മാന്നാർ ജലോത്സവത്തിൽ 2022 23 ജയിച്ച നിരണം ബോട്ട് ക്ലബിന്റെ ഒരു ബോട്ട് ക്ലബ് ഒരു സ്വന്തം ചുണ്ടൻ വെള്ളത്തിൽ ഇത് CBL ആദ്യമായി തുഴയുന്ന ചരിത്രമുള്ള നിരണം. ഇവിടുത്തെ മികച്ച സമയക്കാരൻ 4 മിനിറ്റ് 46.06 സെക്കൻഡ് കൊണ്ട് ഈ കായംകുളത്ത് കിടുകിടാ വിറപ്പിച്ച നിരണം നീല ജേഴ്സി അണിഞ്ഞുകൊണ്ട് അവർ വരുമ്പോൾ മഞ്ഞക്കിളികൾ ഒന്നാം ട്രാക്കിലൂടെ കാരിച്ചാൽ 16 തവണ 2 ഹാട്രിക് അടക്കം വിജയിച്ച കാരിച്ചാൽ 2024 കാരിച്ചാലും വിയ്യപുരവും നെഹ്റു ട്രോഫിയിൽ 1 സെക്കൻഡിന്റെ 1005 അംശത്തിന് വിജയ പരാജയങ്ങൾ നിർണയിച്ചെങ്കിൽ 2-3 ട്രാക്കിലെ വിയ്യപുരവും കാരിച്ചാലും അതോ ഇല്ല നിരണവും വിയ്യപുരം തമ്മിലുള്ള ഒരു മത്സരമാണ് ഇതിവിടെ കാണുന്നത്. മഞ്ഞക്കിളികൾ എന്നേ 1-2 ആളിന് പുറകിലാണോ ഇത് മത്സരം ആരംഭിച്ച് സുന്ദരമായ നിമിഷത്തിൽ രണ്ടാമത്തെ ട്രാക്കിലെ വിയ്യപുരം, മൂന്നാമത്തെ ട്രാക്കിലെ നിരണം കുതിക്കുകയാണോ? ഇന്ന് നിരണത്തിന്റെ പ്രജാപതിയുടെ ദിവസമാണോ? എൻ്റെ കാരിച്ചാലേ ഒന്നുണരുക. ഓവർ ടു D സജി ഹരിപ്പാട്. നന്ദി ശ്രീ ബിനോയ് ജെ തോട്ടക്കാട്. ഒന്നാം ട്രാക്കിൽ കാരിച്ചാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ, ട്രോപ്പിക്കൽ ടൈറ്റൻസിന്റെ കാരിച്ചാൽ. രണ്ടാം ട്രാക്കിൽ വിയ്യപുരം വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ പ്രൈഡ് ചേസേഴ്സിന്റെ വിയ്യപുരം. മൂന്നാം ട്രാക്കിൽ നിരണം ബോട്ട് ക്ലബിന്റെ ബാക്ക് വാട്ടർ കിങ്സിന്റെ നിരണം. ഇവിടെ അട്ടിമറി നടക്കുമോ? കഴിഞ്ഞ ദിവസം നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യൻ ആയിരുന്ന ചൈനയുടെ ഡിങ് ലിറനെ തോൽപ്പിച്ച അട്ടിമറിച്ച ഇന്ത്യയുടെ അഭിമാനം 18 വയസ്സുകാരൻ ആരാണ്? ഗുകേഷ് ദൊമ്മരാജു. ഗുകേഷ് നടത്തിയ അട്ടിമറി ഇവിടെ കായംകുളം കായലിൽ നിരണം നടത്തുമോ അതോ വിയ്യപുരം നടത്തുമോ? പള്ളാത്തുരുത്തി ജയിക്കുമോ? ആര് ജയിക്കും? എന്തൊരു വരവാണ്! ഒപ്പത്തിനൊപ്പം ഒന്നാം ട്രാക്കിലെ കാരിച്ചാല്, രണ്ടാം ട്രാക്കിലെ വിയ്യപുരം, മൂന്നാം ട്രാക്കിലെ നിരണം കുതിക്കുന്നു. നിരണം ബോട്ട് ക്ലബിന്റെ നിരണം 1 ഇഞ്ചിന് മുന്നിലേക്ക് കുതിക്കുന്നു.
ഇല്ല. വിയപുരം ഒപ്പത്തിനുണ്ട്. ഇല്ല, പള്ളാത്തുരുത്തിയുടെ കാരിച്ചാല്, ജലചക്രവർത്തി കാരിച്ചാല്, 16 തവണ നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാല് തുഴയുന്നത് ആരാണ്? PBC ആണ്. കഴിഞ്ഞ 3 സീസണിലും ഈ ചാമ്പ്യൻസ് ബോൾ ലീഗ് കരസ്ഥമാക്കിയ PBCയെ അട്ടിമറിക്കാൻ നിരണത്തിനാകുമോ? അതേ, നിരണം ഒന്നും പറയാൻ പറ്റുന്നില്ല. ഡി ഗുഗേഷിന്റെ അട്ടിമറി വിജയം നിരണം ഇവിടെ കാട്ടാൻ പോകുന്നു. ആരാരെ കടത്തിവെട്ടും പറയാൻ പറ്റുന്നില്ല. ഉജ്ജ്വലം, ഉദാത്തം, കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ, കയ്യിൽ കുതറി തുള്ളി ചാട്ടവാറിളകുമ്പോൾ ഞടുങ്ങി പോകുന്നില്ലേ? നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ, അതെ, ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ നടുക്കിക്കൊണ്ട് കടന്നു വരുന്ന കാഴ്ച, അതെ, നിരണം മുന്നിൽ ഇല്ല. വീയപുരം ഒപ്പത്തിനൊപ്പം വിശ്വപ്രകൃതി അപാരത നൽകിടും അശ്വരഥങ്ങളിലേറി കടന്നു കാഴ്ചകളിലെ ശരം വലിച്ച് കൊടുത്തതുപോലെ നിരണം. 1-ാം ട്രാക്കിലെ കാരിച്ചാല്, 2-ാം ട്രാക്കിലെ വീയപുരം, 3-ാം ട്രാക്കിലെ നിരണം കുതിക്കുന്നു. ഇല്ല, കാരിച്ചാലുണ്ട്, വീയപുരമുണ്ട്. അമ്പമ്പോ, എന്തൊരു മത്സരം! നിങ്ങൾ കണ്ടോ? ശിരസിയർത്തിപ്പായും കുതിരയെ, ചെമ്പൻ കുതിരയെ, എന്തൊരു ഉന്മേഷമാണ് കാൽകളിൽ, എന്തൊരു ഉത്സാഹമാണ് കാൽകളിൽ. അതെ, 1-ാം ട്രാക്കിലെ കാരിച്ചാല് വിധിക്കുന്നു. ഇല്ല, 3-ാം ട്രാക്കിലെ നിരണമുണ്ട്. ഇല്ല, വീയപുരമുണ്ട്. ഇതാണ് ഫൈനല്. ജലോത്സവ പ്രേമികള് ആർപ്പ് വിളിക്കുന്നത് കേട്ടില്ലേ? എന്തൊരു മത്സരമാണ്! അതെ, 3-ാം ട്രാക്കിലെ നിരണം, 1-ാം ട്രാക്കിലെ കാരിച്ചാല്, അതെ, കാരിച്ചാല് മുന്നേറുന്നു, കാരിച്ചാല് കുതിക്കുന്നു. ഫിനിഷിംഗ് പോയിന്റില് എന്തൊരു മത്സരം! മറവിക്ക് പോലും പറക്കാനാവാത്ത മാസ്മരികതകൾ കൈവരിച്ചുകൊണ്ട് എന്തൊരു മത്സരം! പള്ളാത്തുരുത്തി PBCയുടെ മഞ്ഞക്കിളികള് 1-ാം ട്രാക്കിൽ കാരിച്ചാൽ, ജലചക്രവർത്തി കാരിച്ചാൽ, പള്ളാത്തുരുത്തി അരവള്ളപ്പാടിന് ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. അസാധുവിന്റെ മത്സരത്തിൽ 3ാമത് പോയാൽ എന്താണ്? അരവള്ളപ്പാടിന് ഈ ഫൈനൽ മത്സരത്തിൽ ഉജ്ജ്വല വിജയം കൈവരിച്ചുകൊണ്ട്, ഉജ്ജ്വലമായി മുന്നേറിക്കൊണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാല്, ജലചക്രവർത്തി കാരിച്ചാല് ഇത് ഇങ്ങനെ കടന്നു പോകുന്നത് കാഴ്ച കണ്ടില്ലേ? 3 വള്ളങ്ങള് ഇതാ ഉജ്ജ്വലമായി തുഴഞ്ഞ് ഫിനിഷിംഗ് പോയിന്റ് മറികടക്കുന്ന കാഴ്ച. എന്തൊരാവേശമായിരുന്നു, എന്തൊരു ഉത്സാഹമായിരുന്നു! ഈ കായംകുളം കായലിന്റെ ഈ പടവെട്ട്, ഈ പടയോട്ടം കണ്ട് ജലോത്സവ പ്രേമികൾ നിർവൃതി കൊള്ളുമ്പോൾ ഈ ഫിനിഷിംഗ് പോയിന്റിലെ കമന്ററി ബോക്സിൽ ഞാൻ D സജി ഹരിപ്പാട്, ബിനോയ് ജെ തോട്ടക്കാട്, വിഷ്ണു മഹാദേവികാട് മൈക്ക് പ്രധാന പവലിലേക്ക് കൈമാറുന്നു. ജലോത്സവത്തിന്റെ റേസ് കോഴ്സിനെ അക്ഷരാർത്ഥത്തിൽ തീപിടിപ്പിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പോരാട്ടത്തിൽ ആരാണ് കായംകുളത്തെ CBLന്റെ ജേതാവ് എന്നറിയാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഇവിടെ ഇഞ്ചോടിഞ്ച് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആരാണ് ജേതാവെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത്രമേൽ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടന്നത്. ആ മത്സരത്തിന്റെ റിസൾട്ട് നമ്മുടെ ജഡ്ജസ് തയ്യാറാക്കി. ബഹുമാന്യനായ ജോയിന്റ് ഡയറക്ടർ, ഈ വള്ളംകളിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ TG അഭിലാഷ്, അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം അത് നമ്മുടെ പ്രധാനപ്പെട്ട പവലിയനിൽ എത്തിക്കുന്നതാണ്. അപ്പോ ഇവിടുത്തെ ജലോത്സവ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ ജേതാവിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കായംകുളം ജലോത്സവത്തിന്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി ഈ വേദിയിൽ നടക്കേണ്ടത് സമ്മാനദാന ചടങ്ങാണ്. ഇവിടെ കായംകുളത്തെ പൗരപ്രമുഖരായിട്ടുള്ള ജനനേതാക്കന്മാരെല്ലാവരും സന്നിഹിതരാണ്. അവർ
ഇവിടെ ജേതാവിന് സമ്മാനം നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റന്മാർ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് ഈ ജേതാവിന് സമ്മാനം നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നടന്ന ഈ ചാമ്പ്യൻസ് ബോൾ ലീഗിന്റെ മത്സരത്തിലെ ഈ 5ാമത്തെ വേദിയായ കായംകുളം ഇനി ഒരൊറ്റ വേദി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് അടുത്ത ശനിയാഴ്ച നടക്കുന്ന കൊല്ലത്തെ പ്രസിഡൻഷ്യൽ ട്രോഫിയോടുള്ള അനുബന്ധിച്ചിട്ടുള്ള ചാമ്പ്യൻസ് ബോൾ ലീഗിന്റെ വേദിയാണ്. ഇനി ഇവിടെ സമ്മാനദാനം നിർവഹിക്കണം. സമ്മാനദാനത്തിന് ബന്ധപ്പെട്ട ജഡ്ജസ് തയ്യാറാക്കിയ നമ്മുടെ ഫൈനൽ ലിസ്റ്റ്, ജേതാക്കളുടെ ലിസ്റ്റ് നമ്മുടെ പ്രധാനപ്പെട്ട വേദിയിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. ഏറ്റവും ഭംഗിയായി, ഏറ്റവും അച്ചടക്കത്തോടെ, സമാധാനത്തോടെ, സമയബന്ധിതമായിട്ടാണ് കായംകുളത്തെ ജലോത്സവം ചാമ്പ്യൻസ് ബോൾ ലീഗ് ബഹുമാനപ്പെട്ട ടൂറിസം ഡിപ്പാർട്ട്മെന്റും CBL കമ്പനിയും ചേർന്ന് ഇവിടെ സംഘടിപ്പിച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്. കായംകുളത്തെ പ്രിയങ്കരിയായ ജനനായിക അഡ്വക്കേറ്റ് U പ്രതിഭ MLA തന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് ഇപ്പോൾ ഇവിടെ പൂർത്തിയായ ഇത്തവണത്തെ ജലോത്സവത്തിന്റെ സമ്മാനദാന ചടങ്ങിലേക്ക് ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് എന്നുള്ളത് ജഡ്ജസ് തീരുമാനിച്ച് ഇവിടെ അറിയിക്കുന്ന മുറയ്ക്ക് നമ്മൾ പ്രഖ്യാപിക്കും. അപ്പോൾ നമ്മുടെ സമ്മാനദാനം നടക്കുന്നതാണ്. ഇവിടെ ഈ ജലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ വിശിഷ്ടാതിഥികളെയും CBLന് വേണ്ടിയുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇവിടെത്തിയ മെഡിക്കൽ ടീം, ഇവിടുത്തെ കൃത്യമായ അച്ചടക്കം പാലിക്കാൻ നേതൃത്വം കൊടുത്ത പോലീസ് മേധാവികൾ, പ്രിയപ്പെട്ടവരെ ITBT അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ, സേനാവിന്യാസങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികൾ എല്ലാവരുമുണ്ട്. അതോടൊപ്പം ഈ വള്ളം കളിയുടെ നിമിഷം പ്രതിയുള്ള ചിത്രങ്ങളും ആവേശത്തിന്റെ ആർപ്പുവിളികളും ജലോത്സവ പ്രേമികളുടെ കണ്ണുകളിലും കാതുകളിലും എത്തിച്ച പ്രിയപ്പെട്ട മീഡിയ പ്രവർത്തകർ